ഇന്ത്യ ഇംഗ്ലണ്ട് 4-ാം ടെസ്റ്റിന് മറ്റന്നാൾ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ തുടക്കമാകുമ്പോൾ പിച്ച് ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് ആരാധകർ. ആദ്യ 3 ടെസ്റ്റിലും ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചുകളായിരുന്നുവെങ്കിൽ മാഞ്ചസ്റ്റർ എല്ലായ്പ്പോഴും പേസർമാരെ സഹായിക്കുന്നതാണ് ചരിത്രം. പേസർമാർക്ക് അപ്രതീക്ഷിത ബൗൺസറും വേഗവുമാണ് മാഞ്ചസ്റ്ററിന്റെ ചരിത്രമെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി പൊതുവെ വേഗം കുറഞ്ഞ പിച്ചുകളാണ് ഇവിടെ മത്സരങ്ങൾക്കായി തയ്യാറാകുന്നത്. എങ്കിലും ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങളിൽ മാഞ്ചസ്റ്ററിലേത് പച്ചപ്പുള്ള പിച്ചു തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി പെയ്ത മഴ മൂലം ഔട്ട്ഫീൽഡ് പലയിടത്തും മോശമായ അവസ്ഥയിലുമാണ്. കഴിഞ്ഞ 2 വർഷമായി പേസർമാർക്ക് കാര്യമായ പിന്തുണയൊന്നും ലഭിക്കാത്ത പിച്ചായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും മത്സരത്തിനിടെ മഴ പെയ്താൽ ഓൾഡ് ട്രഫോർഡ് തനി നിറം കാട്ടുമെന്നാണ് മുൻ ഇംഗ്ലണ്ട് പേസർ സ്റ്റീവ് ഹാർവിൻസൺ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇംഗ്ലണ്ടിൽ വരണ്ട കാലാവസ്ഥയാണ്. എന്നാൽ രാജ്യത്ത് ആദ്യം മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് മാഞ്ചസ്റ്റർ. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ മഴ പെയ്തിരുന്നു. മത്സരത്തിനിടെ മഴ പെയ്താൽ പിച്ചിന്റെ സ്വഭാവം തന്നെ മാറി മറിയാനിടയുണ്ട്. ചരിത്രമെടുത്താൽ 10-15 വർഷത്തോളമായി പൊതുവെ വേഗവും ബൗൺസും റിവേഴ്സും സ്വിച്ചിങ്ങുമുള്ള പിച്ചുകളാണ് മാഞ്ചസ്റ്ററിലുള്ളത്. എന്നാൽ കഴിഞ്ഞ 1-2 വർഷമായി മാഞ്ചസ്റ്ററിലെ പിച്ചിന്റെ വേഗം കുറയുകയും ഫ്ലാറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ശൈലിക്ക് അനുയോജ്യമായ പിച്ചായും മാഞ്ചസ്റ്റർ മാറും. ഇന്ത്യ ഇംഗ്ലണ്ട് 2-ാം ടെസ്റ്റ് നടന്ന എഡ്വാസ്റ്റനിലെ പിച്ചിന് ഏകദേശം സമാനമായ വരണ്ട പിച്ചാണ് മാഞ്ചസ്റ്ററിൽ പ്രതീക്ഷിക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11-ൽ 2 സ്പിന്നർമാരെ കളിപ്പിക്കുന്നത് നല്ല തീരുമാനമായിരിക്കില്ല. ലിയാം തോംസൺ മാത്രമേ ടീമിലുള്ളൂ എന്നതിനാൽ ഇംഗ്ലണ്ടിന് ഒരു സ്പിന്നറെ മാത്രമേ പ്ലേയിങ് 11-ൽ കളിപ്പിക്കാനാകൂ. ലോർഡ്സിലെ പിച്ച് കളി പുരോഗമിക്കും തോറും വിള്ളലുകൾ വീണ് സ്പിന്നർമാർക്ക് അനുകൂലമായെങ്കിലും ഓൾഡ് ട്രഫോർഡിലെ പിച്ചിൽ നിന്ന് സ്പിന്നർമാർ അത്തരത്തിൽ വലിയ സഹായം പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ വേഗവും ബൗൺസും കുറഞ്ഞ പിച്ചായതിനാൽ സ്പിന്നർമാർക്ക് വലിയ റോൾ ഉണ്ടാകുമെന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11-ൽ 2 സ്പിന്നർമാരെ കളിപ്പിക്കുന്നത് നല്ല തീരുമാനമായേക്കും.